ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ കൊതി വരുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉള്ളി ചമ്മന്തി. ഉണക്കച്ചെമ്മീൻ നമ്മൾ തേങ്ങ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട്, അല്ലാതെ പുളിയൊക്കെ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട്. ഇതാകുമ്പോൾ ഉള്ളി മാത്രം ചേർത്തിട്ടാണ് ചമ്മന്തി അരയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി തന്നെ എടുക്കണം, സവാള എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടിയോ വറ്റൽമുളകോ ചേർക്കാം. ഞാനിപ്പോൾ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. 7 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വലിയ വറ്റൽമുളകാണെങ്കിൽ ഒരു 4-5 മതി കേട്ടോ, ഒരുപാട് എരിവ് വേണ്ട. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയും ഉപ്പും വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളി ചേർക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട്, ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മണ്ണിൻ്റെ ചട്ടിയിലോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ ചെയ്യുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ നമ്മൾ ഇളക്കുമ്പോൾ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ. അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടി അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൃത്തിയാക്കിയ ഉള്ളി നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ മുഴുവനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2-3 ഇതൾ കറിവേപ്പില, എൻ്റെ കയ്യിലുള്ള കറിവേപ്പില വലിയ കറിവേപ്പിലയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ഇതളേ ചേർക്കുന്നുള്ളൂ. ചെറിയ കറിവേപ്പിലയാണെങ്കിൽ ഒരു 2 കറിവേപ്പില വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങട്ടെ, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്, പക്ഷെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല. പുളിയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പുളി നിർബന്ധമാണെങ്കിൽ ഒരു ചെറിയ പീസ് പുളി ചേർക്കാം, പക്ഷെ പുളി ചേർക്കാതെ ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴും പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം പുളി ചേർക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അരച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഉള്ളിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, അത്രയും മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വറ്റൽമുളകാണ്. വറ്റൽമുളകൊന്ന് ചൂടാക്കിയെടുക്കുക. വല്ലാതെ ബ്രൗൺ കളറായി പോവണ്ട, എന്നാലും വറ്റൽമുളകിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ചമ്മന്തിയിൽ വേറെ എന്തൊക്കെ ആഡ് ചെയ്യാറുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ചമ്മന്തിയിലേക്ക് കല്ലുപ്പൊക്കെ ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ കല്ലുപ്പല്ല ചേർക്കുന്നത്. ഞാനപ്പോൾ കല്ലുപ്പ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുളകൊന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ മുളകും എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉപ്പ് മാത്രം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, ഉപ്പ് നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ. അപ്പോൾ ഇനി ചെമ്മീൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നമ്മൾ ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞ് കിട്ടുന്ന പാകത്തിലായി വരണം. ആ രീതിയിൽ കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഈ ചെമ്മീനും കൂടി കുക്കായി വരട്ടെ.
അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിലുങ്ങുന്നൊരു സൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒടിച്ചു നോക്കുമ്പോൾ ഒടിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ രണ്ടിലേതെങ്കിലും ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചൂടോടെ അരയ്ക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ചൂട് മാറി വരുമ്പോൾ ആദ്യം നമുക്ക് ഉണക്കച്ചെമ്മീൻ പൊടിച്ചെടുക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാൻ. വെള്ളം ചേർത്ത് അരയ്ക്കരുത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അരയ്ക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചൂടൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവില്ലാതെ എടുക്കണം കേട്ടോ. നനവുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് ആദ്യം ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഇപ്പോൾ നമ്മളിത് ആ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചിട്ടില്ല. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മൾ ആദ്യം വഴറ്റി വെച്ച ഉള്ളിയും കറിവേപ്പിലയും ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു സ്പൂൺ എടുത്ത കയ്യിൽ വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ സ്ക്രാച്ച് വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വുഡൻ സ്പൂൺ യൂസ് ചെയ്യാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലും മിക്സിയുടെ അടുപ്പിലും എല്ലാം സ്ക്രാച്ച് വീഴും. അപ്പോൾ നിങ്ങൾ വുഡൻ സ്പൂൺ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ തരിതരിപ്പോടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അരച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിനി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനാണ്, 2-3 ദിവസം സൂക്ഷിച്ച് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ ആ ഉള്ളിയിലുണ്ടായിരുന്ന എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകിലുണ്ടായിരുന്ന എണ്ണയൊക്കെ ഇതിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. നല്ല ചൂട് ചോറും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. ആ കറിവേപ്പിലയുടെ ഫ്ലേവറും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവറും തേങ്ങയൊക്കെ ചേർക്കാത്തതുകൊണ്ട് തന്നെ മുഴുവനും ഉണക്കച്ചെമ്മീൻ്റെയും ഉള്ളിയുടെയും ഫ്ലേവറാണ് വരിക. അപ്പോൾ എല്ലാം ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ മിക്സിയുടെ ജാറിനെയും നമ്മൾ വെറുതെ വിടണ്ട കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ട് കണ്ടോ. ഇതിലേക്ക് കുറച്ച് ചോറിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പിന്നെ ഈ ഒരു ചമ്മന്തി അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് വളരെ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ചോറിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.